നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു ചേച്ചി? മീനാക്ഷി, സ്ഥലം എവിടെയാണ്? പെരുന്താന്നി. തിരുവനന്തപുരം സെൻട്രൽ വോട്ടറാണ്. അതെ. ചേച്ചി, ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വികസനം കൊണ്ടുവരുമെന്ന് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പി വിജയിച്ചു കഴിഞ്ഞാൽ യാഥാർത്ഥ്യമാകുമെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും. കാരണം എന്താ? കാരണം നമ്മളിപ്പോ ഇവിടെ ഇപ്പൊ നോക്കിയാൽ കോർപ്പറേഷൻ നമ്മൾ പിടിച്ചു കഴിഞ്ഞു, BJP പിടിച്ചു കഴിഞ്ഞു. ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ മാറ്റങ്ങൾ വളരെ വലുതാണ്. ഏറ്റവും നമ്മൾ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ വൃത്തിഹീനമായ ചുറ്റുപാടുകളാണ്. അത് ഏകദേശം ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ കോർപ്പറേഷന് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോ ഈ BJP ഭരണം വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വ്യക്തിപരമായി എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ കണ്ടുവരുന്ന നമ്മുടെ ചുറ്റും എടുത്തു നോക്കിയേ കാണുന്ന പൗരാണികമായിട്ടുള്ള പല അവശേഷിപ്പുകളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആരും സംരക്ഷിക്കാൻ തയ്യാറാകുന്നില്ല. ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് പറയാനാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റും കാണുന്ന കോട്ടകളെല്ലാം നാശാവസ്ഥയിലാണ്. നമ്മൾ പല തവണ ഇത് സർക്കാരിന്റെ മുന്നിൽ എത്തിച്ചിട്ടും അവര് എന്താ പറയുക, ഒരു ആക്ഷനും എടുത്തിട്ടില്ല. എന്തെങ്കിലും ഒരു ചെറുതായിട്ട് പോലും ചെയ്യാനുള്ളൊരു ശ്രമം അവർ നടത്തിയിട്ടില്ല. BJP വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് കാണാൻ പറ്റും, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ബാക്കി BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ഉണ്ടാകുന്ന വളർച്ച എന്താണെന്ന് നമുക്ക് എല്ലാവരും കാണുന്നതാണ്. ഒരു പാർട്ടിക്കാരി എന്നുള്ള നിലയിലല്ല ഞാൻ സംസാരിക്കുന്നത് തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് വേണ്ടി തന്നെയാണ്. തിരുവനന്തപുരം നഗരം വൃത്തിയായിട്ട് നടക്കണം, വൃത്തി ഉണ്ടാവണം. പിന്നെ എന്താ പറയുക, നമ്മുടെ ചരിത്ര അവശേഷിപ്പുകൾ സംരക്ഷിക്കപ്പെടണം. ഈ കോട്ടയൊക്കെ ഇങ്ങനെ നാശോന്മുഖമായി കിടക്കുന്ന അവസ്ഥയിൽ ഒരുപാട് തവണ പുരാവസ്തു വകുപ്പിനും ഗവൺമെന്റിനും എല്ലാം പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കോട്ട സംരക്ഷണ സമിതിയിലേക്ക് ഉൾപ്പെടുന്ന ഒരാളാണ്. പക്ഷെ അവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മുടെ ഇപ്പോഴത്തെ BJP ഇവിടുത്തെ ട്രിവാൻഡ്രം മണ്ഡലത്തിലെ കാൻഡിഡേറ്റ് ജയൻ ചേട്ടൻ ഇവിടെ കുത്തിയിരിപ്പ് സമരം നടത്തിയിട്ടാണ് എന്തെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, പടിഞ്ഞാറേ കോട്ടയും വടക്കേ കോട്ടയും ഒക്കെ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ് നമ്മുടെ ആറാട്ട് മണ്ഡപം നാശോന്മുഖമായ അവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലമാണ് ഇപ്പോഴെങ്കിലും കുറച്ചെങ്കിലും അതൊന്ന് നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പലങ്ങളും നമ്മുടെ ചുറ്റുപാടുകളും പള്ളികളും എല്ലാം എന്തൊക്കെയാണോ നമുക്ക് ചുറ്റുമുള്ള അതെല്ലാം നന്നായിട്ടിരിക്കണം. അതിന് ഒരു BJP ഭരണം വരണം എന്നുള്ളത് തന്നെയാണ് ഒരു സാധാരണക്കാരെന്നുള്ളതല്ലേ എന്റെ ആവശ്യം. BJP ജയസാധ്യത ഉണ്ടോ ഈ ഒരു മണ്ഡലത്തിൽ? ഉറപ്പായിട്ടും ജയസാധ്യത ഉണ്ട്. അത് നമുക്ക് കാണാനുണ്ട്. BJP ജയസാധ്യത ഉണ്ടെന്ന് പറയുന്നതിന്റെ ഒരു കാരണം എന്താ? ആൾക്കാർക്ക് മതിയായി, ഈ ഭരണം മതിയായി, ഇതുവരെയുള്ള ഭരണം മതിയായി. ഇനി BJP ഭരിക്കട്ടെ. സാധാരണ LDF-ൽ നിന്ന് മാറി ജനങ്ങൾ UDF-ൽ നിന്ന് മാറി LDF-നുമാണല്ലോ മാറി വോട്ട് ചെയ്തിരുന്നത്. അപ്പൊ ഇത്തവണ BJPക്ക് അതിലെ ഒരു സാധ്യത എന്ന് പറയുമ്പോൾ അതിന് കാരണം എന്താ? അതിന് ഒന്നാമത്തെ കാരണം കോർപ്പറേഷൻ പിടിച്ചില്ലേ. ആൾക്കാരെ ഒരു ഭരണമാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണല്ലോ നമുക്കിപ്പോ കോർപ്പറേഷൻ പിടിക്കാൻ പറ്റിയത്. ആ ഭരണം തന്നെ നമുക്ക് സംസ്ഥാനത്തും കൊണ്ടുവരാൻ പറ്റണം. അല്ലെങ്കിൽ കേരള സംസ്ഥാനം, തിരുവനന്തപുരം എല്ലാം BJP ഭരിക്കണം എന്ന് തന്നെയാണ്. നമസ്കാരം. ബീന മുരുകൻ. സ്ഥലം മണക്കാട്. ചേച്ചി, ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തിൽ ജനങ്ങൾക്ക് അതൊരു അസ്വസ്ഥത ഉണ്ടാക്കി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണോ? യാഥാർത്ഥ്യമാണ്. കേന്ദ്രം കൊണ്ടുവരുന്ന പദ്ധതികളെല്ലാം ഇവിടെ പേര് മാറ്റിയാണ് വകവരുത്തിയാണ് അവര് ചെയ്യുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി തന്നെ ഇവിടെ ലൈഫ് പദ്ധതി എന്ന് പറഞ്ഞ് പേര് മാറ്റിയാണ് അവരെല്ലാം ചെയ്ത് ഓരോരുത്തർക്ക് ഇപ്പൊ സ്ഥലം കിട്ടും. അവര് വന്നതിന് ശേഷമുള്ള എത്ര പേർക്കാണ് സ്ഥലം കിട്ടിയത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഒറ്റ മനുഷ്യർക്കുള്ള കൃത്യമായിട്ട് കിട്ടേണ്ട സാധനങ്ങൾ പെൻഷൻ പോലും കിട്ടുന്നില്ല. ഇപ്പൊ ഇലക്ഷൻ ടൈം ആകുമ്പോൾ കൃത്യമായിട്ട് എല്ലാ മാസവും പെൻഷൻ വരുന്നുണ്ട്. 4, 5, 6 മാസം പെൻഷൻ കിട്ടാതെ അമ്മമാര് ബുദ്ധിമുട്ടിയ സാഹചര്യം വരെ ഉണ്ട്. ഓരോ പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ തന്നെ ഇവിടെ പേര് മാറ്റി വകവരുത്തുകയും അവർക്ക് ആ ആനുകൂല്യങ്ങൾ കൃത്യമായി അവർക്ക് എത്താത്ത സാഹചര്യമാണ് ഉള്ളത്. PMAY പദ്ധതി പ്രകാരം വീട് വെക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഫണ്ട് പോലും ഇവിടെ എത്തിക്കാതെ മിക്ക ജനങ്ങൾക്കും ഇപ്പോൾ കിട്ടാത്ത നമ്മൾ പ്രോജക്റ്റുകൾ തയ്യാറാക്കി അവിടെ കൊടുക്കുന്നതിനനുസരിച്ച് അവർ കിട്ടാത്ത സാഹചര്യം. സ്ഥലം വാങ്ങിച്ചവർ ഇപ്പോഴും അവിടെ വെറുതെ സ്ഥലം ഇട്ടയ്ക്കുന്ന സാഹചര്യമാണ്. അത് ആ ഷെഡ്യൂൾഡ് അവിടെ എത്തുന്നില്ല. 4ാമത്തെ DPR 5ാമത്തെ DPR ഒക്കെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അത് കിട്ടുന്നില്ല. അപ്പൊ അതെല്ലാം വകവരുത്തി ചെയ്യുന്നതിന് പിണറായി സർക്കാർ ഒരു വലിയൊരു പരാജയം തന്നെയാണ്. ഇപ്പൊ 40-45 കൊല്ലം CPM ഭരിച്ചിരുന്ന കോർപ്പറേഷനാണ് ഇപ്പം BJP പിടിച്ചിരിക്കുന്നത്. മേയർ BJP മേയറാണ്. അപ്പൊ ഇനി നമുക്ക് വികസനം തന്നെയാണ് ഇവിടെ വരാൻ പോകുന്നത്. മാറാത്തത് ഇനി മാറും. അത് തന്നെയാണ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് മുദ്രാവാക്യം. അതാണ്, മാറാത്തത് മാറും, വികസനം വരും. തിരുവനന്തപുരം സെൻട്രൽ BJPയുടെ സാധ്യതകൾ എങ്ങനെയാണ്? എല്ലാ വട്ടവും ചെറിയൊരു വേരിയേഷനൊക്കെ BJP പരാജയപ്പെടുന്ന ചുരുക്കം ചില മണ്ഡലങ്ങളിലൊന്നുണ്ട്. BJPയുടെ A+ മണ്ഡലമാണ്. ഇത്തവണ കരമന ജയന് സാധ്യത ഉണ്ടോ?
തീർച്ചയായിട്ടും കടമണി ജയൻ ചേട്ടൻ തന്നെയാണ് വിൻ ചെയ്യാൻ പോകുന്നത്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾ മെച്ചപ്പെട്ടതാണോ എന്ന് കേട്ടാൽ മെച്ചപ്പെട്ടത് തന്നെയാണ്. എങ്കിലും നമുക്ക് തന്നെയാണ് വിജയ സാധ്യത നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞ സാഹചര്യമാണ്. എന്തായാലും ജയൻ ചേട്ടൻ തന്നെ വിജയിച്ചു വരും. മാറാത്തത് മാറും. തിരുവനന്തപുരം മേയർ വന്നതുപോലെ തന്നെ തിരുവനന്തപുരത്ത് സെൻട്രൽ മണ്ഡലത്തിൽ ജയൻ ചേട്ടൻ തന്നെ MLA ആയിട്ട് വരും. നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പാണ്. താമര വിരിയും സെൻട്രൽ മണ്ഡലത്തിൽ ഉറപ്പാണ്.